ഹലോ ഹായ്. ഇന്ന് നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്ന മെർലിൻ ടീച്ചറാണ്. മെർലിൻ ടീച്ചർ 33 വർഷമായിട്ട് നമ്മളെ MAM UP സ്കൂളിൽ അറക്കലില് ജോലി ചെയ്തു. ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. അപ്പൊ നമ്മള് ടീച്ചറോടൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. PTA പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇനി കയറാൻ പോകുന്ന നമ്മളെ ബിന്ദുരാജ് മാഷുണ്ട്. ഇതാണ് നമ്മളെ മെർലിൻ ടീച്ചർ. എപ്പോഴും ചിരിച്ചുകൊണ്ടാവും. ടീച്ചറെ പറയാം, നിങ്ങളെ വിശേഷങ്ങളൊന്നും പറഞ്ഞു. 33 വർഷമായില്ലേ നമ്മളിവിടെ? അതെ അതെ, പറഞ്ഞേ. 33 വർഷം. 92 ഓഗസ്റ്റ് 19 കുണ്ടിൽപ്പറമ്പ് സ്കൂളിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. 6 മാസത്തിന് ശേഷം ജനുവരിയോടുകൂടി അറക്കൽ UP സ്കൂളിൽ ചേർന്നു. അങ്ങനെ 2023 മുതൽ ജൂൺ മുതൽ HM ആയിട്ട് ഇന്ന് വരെ 2 വർഷമായി. ഓക്കെ, എന്താ നമ്മുടെ സ്കൂൾ, നമ്മളെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ആളുകളെയും മലപ്പുറം ജില്ലയെയും കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലത് മാത്രമേ പറയാനുള്ളൂ. അറക്കലെ താമസം, ആദ്യം മഞ്ഞണിയിൽ താമസിച്ചു, അതിനുശേഷം വട്ടപ്പറമ്പിൽ ബാപ്പുവിന്റെ വീട്ടിൽ താമസിച്ചു. അതൊക്കെ വളരെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ആലിങ്കൽ ഭാഗം. അതിനുശേഷം കത്താലിന് മുകളില് നമ്മുടെ ലീഗ് മുഖാക്കയുടെ ക്വാർട്ടേഴ്സില്, അതിനു മുമ്പ് അത് TV മൊയ്തീന്റെ ചേട്ടന്റെ വീടായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചു. അത് മലപ്പുറം ജില്ലയിലെ താമസം വളരെ എന്താ പറയാ, മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. അപ്പൊ നാട്ടില് സ്ഥലവും വീടും ഒക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോകണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരു 15 സെന്റ് സ്ഥലം വാങ്ങിയത്. പക്ഷെ ഇപ്പം അത് നാട്ടിലെ സ്ഥലം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. വെരി ഗുഡ്. അത്രയും കാരണം മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതസുഖം നാട്ടില് ഏക്കറുകണക്ക് സ്ഥലത്തിന്റെ നടുവിൽ ജീവിച്ചാലും ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട്, പിന്നെ എല്ലാ സാഹചര്യങ്ങളും, ജീവിത സാഹചര്യങ്ങള്, സാധനങ്ങള്, പിന്നെ ആൾക്കാരുടെ രീതികള് എല്ലാം കൊണ്ടും മലപ്പുറം ജില്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചേളാരിയിലെ 15 സെന്റ് സ്ഥലത്ത് താമസിച്ച് നാട്ടിലെ പറമ്പും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതേപോലെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണേലും എല്ലാ PTA മെമ്പർമാരെല്ലാരും തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഹായിക്കാം. അത് സത്യം പറഞ്ഞാൽ വീട്ടുകാരിൽ നിന്നോ എന്റേതായ ആൾക്കാരിൽ നിന്നോ കിട്ടാത്ത ആ ഒരു ഇത്, ഹോസ്പിറ്റലിൽ വന്നിട്ട് സഹായങ്ങൾ പറഞ്ഞവരുണ്ട്. പിന്നെ എപ്പോ വേണേലും വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഇങ്ങനെയൊന്നും ഒരു എക്സിക്യൂട്ടീവ് PTA എക്സിക്യൂട്ടീവ് ആൾക്കാരെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ വന്നവർ, ഇങ്ങേറ്റം പച്ചക്കറി കടക്കാരൻ വരെ എന്റെ അടുത്ത് വന്ന് കരിക്ക് വരെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന് ICU കിടക്കുന്നയാൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് എന്നോർക്കുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയാ, പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദിയുണ്ട്. ടീച്ചർ ഇന്ന് അവസാനമായിട്ട് ഒപ്പിട്ടത് ഇതും മലപ്പുറത്തിന്റെ ഒരു മഹിമയാണ്. പാണക്കാട് സെയ്ദ് മുനവർ ശിഹാബ് തന്നൊരു പേനയാണ്. പാണക്കാട് കുടുംബത്തിലെ സ്കൂളിൽ തന്നെ അവസാനമായിട്ട് ഒപ്പിടാൻ ഈ പേനയ്ക്ക് കഴിഞ്ഞു എന്നതിലും എനിക്ക് താങ്ക് യു വെരി മച്ച് ടീച്ചർ. താങ്ക് യു വെരി മച്ച്.